ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ ഇടിച്ചക്കത്തോരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ മീഡിയം സൈസിലുള്ള ഒരു ഇടിച്ചക്ക എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ സൈഡൊന്ന് മുറിച്ച് കളയാം. ഇനി ഇതിൻ്റെ അരക്കൊക്കെ ഒന്ന് കളയണം. അപ്പോൾ ഒന്നെങ്കിൽ ചകിരി വെച്ചിട്ട് തുടച്ച് മാറ്റുക, അല്ലെങ്കിൽ ഇതുപോലെ ടിഷ്യൂ എടുത്തിട്ട് എണ്ണയിലൊന്ന് മുക്കിയിട്ട് തുടച്ച് മാറ്റിയാൽ മതി. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഞാനിതിൻ്റെ സ്കിൻ എങ്ങനെ കളയുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എണ്ണയിൽ മുക്കിയിട്ട് ഇതുപോലെ ഇതിൻ്റെ പശ തുടച്ച് മാറ്റിയാൽ പെട്ടെന്ന് പശയൊക്കെ പോന്നോളും. ഇതിന് നമുക്ക് നേർ പകുതിയായിട്ടൊന്ന് മുറിച്ചെടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒരു കഷ്ണമാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ പുറത്തെ തൊലി ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. അതിൻ്റെ ആ പച്ച കളർ കാണുന്ന ആ ഭാഗമൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം. ഇതിനെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇത് വേവിച്ചെടുക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ ഒന്നെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റി എടുത്താൽ മതി. പക്ഷേ ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റി എടുക്കുമ്പോൾ അത്യാവശ്യം ടൈം എടുക്കും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് സാധാരണ പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിൽ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നത് കുക്കറിൽ വേവിച്ചെടുക്കുന്നതാണ്. പിന്നെ നമ്മൾ വേവിച്ചെടുക്കുമ്പം ഇത് കുറേ അങ്ങോട്ട് വെന്ത് പോകാൻ പാടില്ല. അത്യാവശ്യം ഒന്ന് വെന്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, കുറേ അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ. ഇനി ഞാൻ ഇതിൻ്റെ തൊലി കളയുന്നത് വേറെ ഒരു രീതിയിലും കൂടെ കാണിച്ചു തരാം. ഇതുപോലെ അങ്ങ് കളഞ്ഞെടുത്താൽ മതി. ഇതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണമാക്കി മുറിച്ചെടുക്കാം. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ അടിക്കുന്നുള്ളൂ. അപ്പോഴേക്കിത് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്കിതിലേക്കൊരു അരപ്പ് തയ്യാറാക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പോളം തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇടിച്ചക്കത്തോരൻ തയ്യാറാക്കുമ്പോൾ ഇതിൽ അത്യാവശ്യം തേങ്ങ വേണം, അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 6 ചെറിയുള്ളി, അതുപോലെ ഒരു 2 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനി എല്ലാതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. അരച്ചെടുക്കാൻ പാടില്ല, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അപ്പം ഞാൻ തേങ്ങയുടെ കൂട്ടൊക്കെ ഒന്ന് ഒതുക്കിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ കിട്ടിയാൽ മതി. ഇനി നമുക്ക് നമ്മുടെ ഇടിച്ചക്ക എന്തായെന്നൊന്ന് കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് വെന്തിട്ടുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വെന്താൽ മതി, അധികം വെന്ത് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് കറി ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ ഇടിച്ചക്കൊക്കെ വെന്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ഇടിച്ചെടുക്കണം. അപ്പോൾ ഒന്നെങ്കിൽ ഒരു ഇടികല്ല് വെച്ചിട്ട് ഇടിച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അരച്ചെടുക്കാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് ഇടിച്ചെടുക്കുന്നത്. അപ്പം ഇടിച്ചക്കൊക്കെ ഒന്ന് ഇടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഇടിച്ചക്ക വേവിച്ചപ്പോൾ അത്യാവശ്യം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ.
ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം നാടൻ സാധനങ്ങളൊക്കെ ചെയ്യുമ്പം വെളിച്ചെണ്ണ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇടിച്ചക്കത്തോരനിലേക്ക് ഉഴുന്നുപരിപ്പ് ഇടുമ്പോൾ നമ്മുടെ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി ഒരു 3 വറ്റൽമുളകും അതുപോലെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഇടിച്ചക്കയുടെ കൂട്ടിട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ ഇതിലേക്ക് ഉഴുന്നുപരിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് വേണേൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ പരിപ്പിടുമ്പം ഒന്ന് ഇടയ്ക്ക് കടിക്കാൻ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റുമാണ്. ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനം ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി കൊടുക്കാം. ഇതിനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ മൂടി ഒന്ന് മാറ്റണം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് വീണ്ടും ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി ഒന്ന് മാറ്റിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇടിച്ചക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനം തീ ഒന്ന് ഏറ്റവും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ വിടാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലെന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നാടൻ കറികളിലൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇതിന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ നാടൻ ഇടിച്ചക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.